ഇപ്പം അധികം എനിക്ക് ഒറ്റയ്ക്കുള്ള യാത്ര കേട്ടോ. അപ്പോൾ ഇന്ന് കൊയിലാണ്ടിക്ക് പോവുകയാണേ. കൊയിലാണ്ടിയിൽ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. നേരെ പോയത് മന ഹോട്ടലിലേക്ക് കേട്ടോ. അവിടെ പോയിട്ട് നല്ല വെജിറ്റേറിയൻ ഫുഡ് കഴിച്ച് ദീപേച്ചും സിന്ധിയേച്ചും ഉണ്ടായിരുന്നു. വിശന്നിട്ട് എനിക്ക് കണ്ണ് കാണാൻ പറ്റൂലായിരുന്നു സത്യം പറയുകയാണെങ്കിൽ. വേഗം പോയി ഫുഡ് കഴിച്ചു തരാം. തിരിച്ച് വരുന്ന വഴിക്ക് നല്ല ചോപ്പ് ലഡു കണ്ടേ. അപ്പോൾ അത് 3 വാങ്ങി. ഞങ്ങൾ പിന്നെ അയിനു ബേബീനെ അംഗനവാടി കൂട്ടാൻ പോയിട്ടോ. അങ്ങനെ അംഗനവാടിയിൽ നിന്ന് കൂട്ടി വരുന്ന വഴിക്ക് അയിനു ബേബിക്ക് ചായ വാങ്ങി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ചായ വാങ്ങിക്കൊടുത്ത് അയിനുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്ന് വെച്ചാൽ നമ്മളെ കായപ്പുണ്ടല്ലോ അതാട്ടോ. അപ്പം കായപ്പവും ചായ ആവട്ടെ ഓള് വാങ്ങിയത്. അതിങ്ങനെ ഉരുട്ടി കളിക്കുന്നുണ്ട് കുറച്ച് നേരം. അപ്പോൾ ആടെ തന്നെ ഒരു നല്ലൊരു ഐസ് കണ്ടേ, പച്ചമാങ്ങേൻ്റെ പുളിയുള്ള ഒരു ഐസ്. അപ്പോൾ അതും കൂടി വാങ്ങി കഴിയുമ്പോഴത്തേക്ക് സജീഷേട്ടൻ എന്നെ കൂട്ടാൻ വന്നിട്ടോ കൊയിലാണ്ടിക്ക്. അങ്ങനെ പിന്നെ ഞാനും സജീഷേട്ടനും കൂടി തിരിച്ച് വരുന്ന വഴിക്ക് വാങ്ങിയതാണ് ഈ സാധനം. ഇതാണ് എന്താ കക്കയിറച്ചി എന്നാണ് പറയുക, ഇരുന്ത് എന്നൊക്കെ പറയും ചിലയിടത്ത്. അപ്പോൾ നമ്മളിവിടെ ഇരുന്താട്ടോ. അപ്പം നല്ലോണം വൃത്തിയാക്കിയതിന് ശേഷം മുളക് മഞ്ഞൾ ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ആദ്യം തന്നെ പൊരിച്ചെടുക്കുന്നുണ്ട്. കാരണം അങ്ങനെ പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ തന്നെ മക്കളൊക്കെ ഫസ്റ്റ് ടൈം ആട്ടോ ഇത് കൂട്ടുന്നത്. അപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇവർക്കിത് എങ്ങനെയാണ് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ ഉള്ളത്. അപ്പം വറുത്ത് കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും സമാധാനമാണ്, വറുത്തതാണല്ലോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചിക്കൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടെ കുക്കറിലോട്ട് തന്നെ ആ എണ്ണയിലോട്ട് തന്നെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉപ്പ് മുളക് മഞ്ഞൾ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്, ഗരം മസാല കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട് കുറച്ചൊരു വെള്ളമാക്കിയിട്ട് ഒന്ന് നല്ലോണം വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഈ വറുത്തെടുത്ത കക്കയിറച്ചിയും കൂടി ഇടുക കേട്ടോ. എന്നിട്ട് ഞാൻ വിചാരിച്ചത് ഒരു വിസിലടിച്ചാൽ മതി, അപ്പോഴേക്കും ഇത് സെറ്റ് ആയിക്കോളും. അതിൻ്റെ കൂടെ ഞങ്ങൾ ചപ്പാത്തി അതിന് കൂട്ടിയത്. സത്യം പറയാലോ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മക്കൾക്ക് ആദ്യമായിട്ട് കൂട്ടിയപ്പോൾ ആദ്യം എന്നോട് പറഞ്ഞ് കടുക്കയല്ലേ അമ്മയെന്നൊക്കെ കേട്ടോ. പിന്നെയാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊരു സാധനമാണെന്ന്. അപ്പോൾ ഒരിക്കലും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ഞാനും കുഞ്ഞു സിദ്ധു ഞങ്ങളെ യാത്രത്തിൽ ഇന്നത്തെ ഫുഡ് ഇതായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.